യേശുവിൻ്റെ കൂട്ടായ്മയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 42-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ദാഹിച്ചു വരണ്ട നാവുമായി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അല്പം ജലം കിട്ടിയാൽ എത്ര ആർത്തിയോടെയാണ് നമ്മൾ ആ ദാഹജലം കുടിച്ചു തീർക്കുന്നത്. അതേപോലെ മലമുകളിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന മാൻപേടകൾക്ക് ജലസംഭരണി കണ്ടു കഴിഞ്ഞാൽ അവർ തൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും മാറ്റിക്കൊണ്ട് ദാഹജലത്തിനായി ആ അരുവിയിലേക്ക്, ആ ജലസംഭരണിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തും. അവർക്ക് സംതൃപ്തി വരുവോളം അവർ കുടിച്ചു തീർക്കും. അതുപോലെ ആയിരിക്കണം നിന്റെ ദൈവത്തെ തേടിയുള്ള നിന്റെ അലച്ചിൽ. ദൈവത്തെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നിനക്ക് സംതൃപ്തി വരുവോളം നിന്റെ ജീവിതാവസാനം വരെ ആ ദൈവത്തോടൊപ്പമായിരിക്കണം നിന്റെ യാത്ര. ആ ദൈവം ആണ് എന്നെ പരിപാലിക്കുന്നതും ആ ദൈവമാണ് എനിക്ക് വേണ്ടതെല്ലാം തരുന്നതെന്നും ഈ ലോകത്തിൽ ആ ദൈവമല്ലാതെ മറ്റാർക്കും എന്നെ സഹായിക്കുവാൻ സാധിക്കുകയില്ല എന്നും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തോടെ ആ ദൈവത്തോടൊപ്പം യാത്ര തുടരണം. അതിനുവേണ്ടിയാണ് കർത്താവ് ഇന്ന് നമ്മളെ കൈപിടിച്ചുയർത്തിയിരിക്കുന്നത്. ലോകമല്ല, ലോകത്തിൻ്റെ കഴിവുകളല്ല, നിങ്ങളുടെ കഴിവുകളല്ല. ഇന്ന് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളതിനാൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളതിനാൽ ആ ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്തിയിരിക്കുകയാണ്. അതിന് നമുക്ക് നന്ദി പറയാം. സംതൃപ്തിയോടെ ആ ദൈവത്തോടൊപ്പം നടക്കാം. ആ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി തന്ന് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവീക സാന്നിധ്യവും ദൈവാനുഗ്രഹവും അവരിൽ നിരന്തരം നിറഞ്ഞതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ലോകസമാധാനത്തിനു വേണ്ടി യുദ്ധങ്ങൾ മാറിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ലോകത്തിലെ 860 കോടിയിലധികം വരുന്ന ദൈവമക്കളെ ദൈവത്തിനു വേണ്ടി ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. തൻ്റേതാക്കി അവിടുന്ന് അവരെ മാറ്റട്ടെ. അവരോടൊപ്പം കർത്താവ് യാത്ര തുടരട്ടെ. എൻ്റെ രക്ഷകനും നാഥനും ദൈവവും ഏകകർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സർവശക്തനും സർവാധിപനുമായ കർത്താവായ ദൈവത്തിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.